ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു തോന്നല് കോയമ്പത്തൂർ പോയി ഒരു ബിരിയാണി കഴിച്ചായിരുന്നു. ഒന്നും നോക്കിയില്ല, അതിരാവിലെ പുലർച്ചെ എടുത്ത് വിട്ടു വണ്ടി നേരെ അട്ടപ്പാടി വിട്ടു. കൂടെയൊക്കെ പോയി ഒരു 9 കഴിയുമ്പോഴേക്കും വിശന്നു. അപ്പം ഞങ്ങളൊരു ഒരു മസാല ദോശ കഴിച്ചു. ഞാനൊരു മസാല ദോശ കഴിച്ച് വീണ്ടും വെച്ച് പിടിച്ചു. ചെറുപ്പളശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞ് അട്ടപ്പാടി റൂട്ട് കയറി. ഇവിടെ നിന്നാണ് അട്ടപ്പാടി റൂട്ട് തുടങ്ങുന്നത്. വഴി വളരെ മോശമാണ്, ഇത്തിരി എന്തായാലും കുഴപ്പമില്ല എന്ന് വെച്ചിട്ടാണ് പോയി. വീട്ടിലല്ലേ പോയി, കുഴപ്പമില്ല. പടച്ചു കയറ്റല്ല വണ്ടി. അങ്ങനെ കുറേ പോയി പെട്രോൾ പമ്പ് കണ്ടു. അതൊന്ന് ഫുൾ ഒരു 1000 രൂപ പെട്രോൾ അടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഏകദേശം അട്ടപ്പാടി കാടിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. എയർപിൻ വളവുകളാണ് കംപ്ലീറ്റ്. പക്ഷേ വഴി വളരെ വളരെ മോശമാണ്. നമ്മുടെ ഭരണാധികാരികളൊന്നും ഇതൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. ഈ കാട്ടിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കാരണം അപ്പോൾ ഭരണാധികാരികൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ലോറി പോകണ്ട, അതിന് പിന്നാലെ വെച്ച് പിടിക്കുന്നു. പക്ഷേ ചെറിയ ഇടവഴികൾ, ചെറിയ ഇടിഞ്ഞ വഴി കാരണം ഇവിടെ ശരിക്കും കയറി പോകാൻ പറ്റുന്നില്ല. ആ കാരണം മലയാളിക്കാണ് എനിക്ക് എത്തേണ്ടത്. വെച്ച് പിടിക്കുന്ന വഴിയുണ്ടല്ലേ, വളരെ മോശം വഴിയാണ്. അങ്ങനെ കുറച്ച് കുണ്ടും കൊഴുപ്പിൽ ഇപ്പത്താണ് ഒരു സേഫ്റ്റി ഇല്ല, ഒരു കൈവരികളില്ലയോ ഒന്നുമില്ല. അട്ടപ്പാടി ചുരാണ് കണ്ടത്. അട്ടപ്പാടിക്ക് എത്തുള്ളൊരു ചുരാണിത്. അങ്ങനെ പോയി നല്ല കാട്ടുകൂടിയാണ് പോകുന്നത്. ഉദ്ദേശിക്കുന്ന വണ്ടികൾ കംപ്ലീറ്റ് ഹോൺ അടിച്ചിട്ട് വരില്ല. അപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് നടന്നത്. ഒരു മരം കയറ്റി വന്ന ലാറിയാണ് അതവിടെ മറന്നു. സാഹചര്യം വെച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളത് വീണ്ടും നേരെ വെച്ച് പിടിച്ചു. അപ്പോഴാണ് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ഈ സ്ഥലം കാണുന്നത്. മഴയില്ലാത്തതായ കാരണം അവിടെ വെള്ളച്ചാട്ടമില്ല. മഴയുള്ളപ്പോഴാണ് ഇതിൽ വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത്. നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അന്ന് കുറച്ച് പിള്ളേർ ഉണ്ടായിരുന്നു. വേറെ ഒരു അവയ്ക്കായി ഊട്ടിക്ക് പോകുന്നതായിരുന്നു. അവയിലേക്കും കുറേ വീഡിയോ എടുത്ത് കൊടുത്തു. അത് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും തിരിക്കാനുള്ള പരിപാടിയാണ് അവിടെ പോകുന്നത്. വീണ്ടും പോരാനുള്ള പരിപാടിയാണ്. അങ്ങനെ വേറൊരു ചെറിയൊരു വ്യൂ പോയിന്റ് വേറൊരു കണ്ടു. അപ്പോൾ അവിടെ കണ്ടു. ഇതാണ് ശരിക്കുള്ള അട്ടപ്പാടിയിലത്തെ ആ വ്യൂ പോയിന്റ്, അങ്ങ് ദൂരെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു വെള്ളം ഒഴുക്കി വരുന്ന സ്ഥലമൊക്കെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. നല്ല രസമായിട്ടുള്ള കാര്യമുണ്ട്. അപ്പോഴാണ് ഒരു സ്കൂൾ ബസ് വരുന്നത്. നെല്ലിയാമ്പതി എന്ന് പറഞ്ഞ സ്കൂൾ ബസ്സാണത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മാഷും കുട്ടികളും ടീച്ചർമാരൊക്കെ ഇറങ്ങി അവരോടൊപ്പം കുറച്ച് നേരം കളിച്ചിരുന്ന് ചിരിച്ച് വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് നിന്ന്. പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് അവിടെ. അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വ്യൂ കാണാൻ പോയി. പിന്നെ കാറൊക്കെ വരുമ്പോൾ കുരങ്ങന്മാർ ഓടി മാറുന്നത് കാണാൻ നല്ല രസമായിരുന്നു. കുഞ്ഞു കുരങ്ങൻ കുട്ടികൾ. ഇതാണ് ആ അട്ടപ്പാടിയുടെ മുകളിലെത്തുമ്പോഴുള്ള വ്യൂ പോയിൻ്റ്. ഇവിടെ നോക്കി വെക്കണം. എൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് ഈ കാണാൻ പറഞ്ഞില്ലേ, ഇങ്ങേര് എൻ്റെ ഒരു സാധനം എടുത്തുകൊണ്ട് അത് കുഴപ്പമില്ല മേടിച്ച് ഞാൻ. എന്നിട്ട് അവൻ വീണ്ടും വരെ എന്തെങ്കിലും കിട്ടിച്ചിട്ട് ബസ്സൊക്കെ തിരിയുന്നു കണ്ടത്. നല്ല ഡ്രൈവർമാരാട്ടാ. അടിപൊളിയായിട്ട് ഇങ്ങനെ ഒറ്റ ടേക്കിൽ എടുത്ത് തിരിച്ചു കൊണ്ടുപോകും ബസ്. കുരങ്ങന്മാർ വേറൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വണ്ടി ഉണ്ട് അവിടെ. അതിൻ്റെ അടിയിലൊക്കെ നിറച്ച് കുരങ്ങന്മാരാ. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, ആ ചേട്ടാ അടിയിൽ കുരങ്ങന്മാരുണ്ട്, ശ്രദ്ധിച്ചോളട്ടാ കാർ എടുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും വെച്ച് പിടിച്ചു. ഇനി ഇവിടെ ഒരു വേറൊരു വ്യൂ പോയിട്ടുണ്ട്. നസീർ മുക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കാണുമ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ച് പോകണം. പിന്നെ കാടായാലും പേടിയുണ്ട്. ഇപ്പോൾ അവിടെ വഴിയിലാണ് ആ നസീർ മുക്ക്. ആദിവാസികളൊക്കെ കാണാൻ കണ്ടില്ല. ഒരു അമ്മമ്മ പോയി. പിന്നെ അങ്ങനെ ചെന്ന് പെട്ടപ്പോൾ ഒരു പുഴ. ഈ പുഴയിൽ ഞാൻ ചിന്ത വന്നത് നിറയെ കല്ലുകളാണിത്. ഈ പുഴയിൽ കുറച്ച് വെള്ളമുള്ളൂ, പക്ഷേ എങ്ങോട്ട് നോക്കിയാലും കണ്ടില്ല നിറച്ച് കല്ലുകൾ. എനിക്ക് തോന്നുന്നു ഇതെന്തെങ്കിലും ഒരു ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇവിടെ വന്ന് പെട്ടതാണെന്ന് തോന്നുന്ന സംശയമുണ്ട്. പിന്നെ കുട്ടികളൊക്കെ പാറയുടെ മുകളിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ ആ വ്യൂ കാണാൻ പോകുന്നത് നസീർ മുക്ക്. ഈ പോണ വഴിയിലൊക്കെ നിറയെ ആനപ്പിണ്ടങ്ങളും ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പുഴയുടെ അവിടെ തന്നെ നിറച്ച് ആനപ്പിണ്ടാണ്. ഫുള്ള് മറ്റേ ഇലക്ട്രിക് കമ്പികൾ അടിച്ചിട്ടുണ്ട്. നോക്കിയും കണ്ട് ഇറങ്ങണം.
അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നസറിമുക്ക് വ്യൂ പോയിൻ്റ് കാണാനായിട്ട് നസറിമുക്കാണ് യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു 9 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളവിടെ എഴുതി വെച്ചപ്പോൾ കണ്ടു 9 കിലോമീറ്ററോളം പോകണം. ഏകദേശം ഇപ്പം ഞങ്ങളവിടേക്ക് എത്തി എന്ന് തന്നെ പറയാം. നസറിമുക്ക് എത്തി. പക്ഷേ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങോട്ട് കയറ്റി വിട്ടില്ല, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് നല്ല കാറ്റുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ നേരെ റൈറ്റ് തിരിഞ്ഞ് എന്താ പറയുക, താവളം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് പറഞ്ഞു. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് കോയമ്പത്തൂർ ഹൈവേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങോട്ട് പോകാൻ വെച്ചു. ഈ വഴി ഇത്തിരി ഡേഞ്ചറാണ്, ഭയങ്കര വലിയ മെറ്റൽ വിരിച്ചിട്ടുള്ള വഴിയാണ്. നിറച്ച് ട്രാക്ടർ പോലത്തെ വണ്ടികളാണ് ഇതിൽ അധികം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുഴപ്പമില്ല, ഡ്യൂക്കല്ലേ, ഡ്യൂക്കായാരുടെ കയറി പോവാം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിങ്ങനെയുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടത്. ഇതിൻ്റെ അടുത്തെത്താനായിട്ട് എന്താണ് വഴിയെന്ന് ഒരു ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാം, പക്ഷെ കയറ്റി വിടുമെന്നറിയില്ല. ഇപ്പം അങ്ങോട്ട് ആരും കയറ്റി വിടാറില്ല എന്ന് പറഞ്ഞു. പിന്നെ ചോളത്തിൻ്റെ ഇതൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞ് പോകുന്നു. നേരെ കോയമ്പത്തൂർ ഹൈവേയിലേക്കുള്ള കാറ്റാണ്. നല്ല പ്രദേശം. നമ്മുടെ കേരളത്തിലത്തെ റോഡൊന്നല്ല റോഡ്, തമിഴ്നാട് റോഡ് നോക്കി എന്താ അതിൻ്റെ ഒരു ഭംഗി മാത്രം. അവരെല്ലാ സേഫ്റ്റികളും ചെയ്തു വെച്ചിട്ടുണ്ട് റോഡിൻ്റെ വേണ്ടിയിട്ട്. എന്തെല്ലാം വരകൾ വരയ്ക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇടയ്ക്ക് ഒരു റോഡ് പണി കഴിഞ്ഞാൽ മാസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഒന്ന് വരയ്ക്കുക. പിന്നെ അത് മാത്രം, അതുകൂടാണ്ട് അവർ കുറേ ദൂരത്തു ഇതൊക്കെ കുത്തിപ്പൊളിച്ച് വീണ്ടും പൈപ്പിടലൊക്കെ വരിക. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കോയമ്പത്തൂർ എത്തണം. നമ്മുടെ ഉദ്ദേശം എന്താണ്? എൻ്റെ കോയമ്പത്തൂർ എത്തണം, ഒരു ബിരിയാണി കഴിക്കണം. കോയമ്പത്തൂരിൽ നിന്ന് ഒരു ബിരിയാണി കഴിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി പോകുന്നത് അല്ലേ. ഇവിടെ നിന്ന് ഒരു ബിരിയാണി കഴിച്ചാൽ മതി, എന്നാലും മണ്ടത്തരായാലും നമ്മുടെ ആ ഒരു ആഗ്രഹമല്ലേ, അതിന് വേണ്ടി പോണതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബലൂൺ വിൽക്കുന്ന ആൾക്കാരെ കണ്ടത്. ബലൂൺ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. സാധാരണ നമ്മളൊക്കെ ഒരു ഉയരമുള്ള ഒരു ബലൂണാണ് അത് കണ്ടത്. ഒരു 5.5 അടി ഉയരത്തോളം വരുന്നു, ഉയരമുണ്ട് ആ ബലൂൺ. അപ്പോൾ അത് അവർ ഇന്നൊരു 2 8 10 ബലൂൺ. എന്നിട്ട് അവൻ്റെ പേര് ഇപ്പോൾ പറഞ്ഞ് അവന് പരിചയപ്പെട്ട് അവന് ഷേക്കിൻ്റെ ഒക്കെ കൊടുത്ത് പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോന്നു. അങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത് ബിരിയാണി കട. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പ്ലേറ്റിൽ അതിൽ വട്ടത്തിൽ മുറിച്ച് കൊടുന്ന് ചെന്നു. എന്നിട്ട് ബിരിയാണി കൊണ്ടുവന്നു. അപ്പോൾ അത് ഞാൻ കുറേശ്ശെ ഇട്ടു, കഴിക്കാം അതിനിട്ടു. ഇതിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞാണ് കോയമ്പത്തൂരത്തെ ബിരിയാണി ബെസ്റ്റ് ബിരിയാണിയാണ്. അപ്പോൾ അത് തിന്നാൾ ഒരു കൊതി കൊണ്ട് വെച്ച് പിടിച്ചാണ്. അപ്പോൾ എന്താ മണ്ടത്തരം പോലെ, മണ്ടത്തരമല്ല, ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ, അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം കാണാമല്ലോ എന്ന് വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബിരിയാണിയൊക്കെ കഴിക്കാണ്. നല്ല ബിരിയാണിയാണ്. നല്ല സൂപ്പർ ബിരിയാണി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അച്ചാട്ട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് അവിടുത്തെ സപ്ലയർ. കൊള്ളാം എന്ന് പറഞ്ഞു. ബിരിയാണിക്ക് കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ കോയമ്പത്തൂർ ഇത്തിരി ബുദ്ധിമുട്ടിയിട്ടാണ് അതൊന്ന് കഴിഞ്ഞ് കിട്ടാനായിട്ട്. കോയമ്പത്തൂർ ഓവർ ബ്രിഡ്ജ് ഭയങ്കര ബ്രിഡ്ജാണ്. ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇതൊന്നും ഇവിടെ കയറി പോകണത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ കുറേ വഴി തെറ്റി. ഈ ബ്രിഡ്ജ് ഇറങ്ങി വന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ പോയപ്പോഴേക്ക് വഴി തെറ്റി. എന്നിട്ട് പിന്നെ ചോദിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. പക്ഷെ ചോദിച്ചിട്ട് പറഞ്ഞോണ്ടല്ലേ, പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ പെട്ടെന്ന് ഇടമുറിയാൻ തിരിഞ്ഞ് കയറാൻ പറ്റില്ല. പിന്നെ ഒരു 2.5 കിലോമീറ്റർ പോയിട്ട് വേണം ഇതിലൂടെ തിരിയാനുള്ള സ്ഥലങ്ങളുള്ളൂ. അങ്ങനെ കോയമ്പത്തൂരത്തെ ബ്രിഡ്ജും കഴിഞ്ഞ് ഇങ്ങനെ പോരുന്നേ. ഇനി നേരെ ലക്ഷ്യം വീട്. ഇപ്പം ഏകദേശം ഒരു 5 മണി 5:15 ആയിട്ടുണ്ട്. 5:15 ആയി വരുന്നു സമയം. അങ്ങനെ നേരെ നമ്മുടെ ടണൽ തുരങ്കത്തിൻ്റെ അവിടെ എത്തി. എനിക്ക് മാക്സിമം ഒരു അരമണിക്കൂർ കൂടി ആയാൽ വീടെത്തും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതുപോലുള്ളൊരു വീഡിയോയുമായി വേറൊരു യാത്രയുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ
നമസ്തേ. രണ്ടേകാൽ മിനിറ്റോളം വേണം ഈ തുരങ്കം കടന്നു കിട്ടാനായിട്ട്. ഇതിൽ കുറേ പോന്നിട്ടുണ്ട്. ഞാനും വൈഫും കൂടി വന്നിട്ടുണ്ട്, ഞാനും മോളും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ലൊരു യാത്രയായിരുന്നത്. ബോറടിക്കുന്നുണ്ടാവില്ല കണ്ടവർക്ക്, കാണുന്നവർക്ക് ചിലപ്പോൾ ബോറടിക്കും. എന്നാലും എൻ്റെ ഒരു ഭ്രാന്ത് നോക്കി ബിരിയാണി തന്നെ കൊതിയായിട്ട് കോയമ്പത്തൂർക്ക് പോയ വഴി കണ്ട നേരെ ഇതിൽ പാലക്കാട് കൂടി വെച്ച് പിടിച്ചാൽ മതിയായിരുന്നു. അതിന് അട്ടപ്പാടി തെറ്റി കളഞ്ഞിട്ട് വന്നു. പക്ഷേ അട്ടപ്പാടി കാണാൻ പറ്റില്ല, അതിനായിട്ടാണ് അട്ടപ്പാടി കൂടി വന്നത്.